ശബരിമലയിലെ സത്യം തേടിയുള്ള യാത്ര തുടരുക തന്നെയാണ്. അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് പിന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഈ രണ്ട് സ്ഥാപനങ്ങളും ഒരാളുടെ തന്നെയാണ്. ഈ മന്ത്ര വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടത്തണം, ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകളാണ്, വലിയ കമ്പനിയാണ്. അപ്പോൾ അവിടേക്കാണ് ഇത്തരം ഒരു തട്ടിപ്പ് രീതിയിൽ പുറത്തെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു കൊണ്ടുപോയും ഇത്തരം അത് ഉരുക്കുകയാണോ ചെയ്തത്, അതിൻ്റെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണോ ചെയ്തെന്നൊക്കെ സംശയങ്ങളുണ്ട്. പക്ഷേ കൃത്യമായി ഈ രണ്ട് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഏറെക്കുറെ ഉറപ്പിക്കുക അല്ലേ? ഉറപ്പാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസാണ് ഈ മന്ത്രയും സ്മാർട്ട് ക്രിയേഷൻസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പുറത്തു പറഞ്ഞത്. അതായത് നമ്മൾ ആ സ്മാർട്ട് ക്രിയേഷൻസും മന്ത്രയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പം പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലാണെന്ന് മനസ്സിലായി. പിന്നീട് ഇതിൻ്റെ ചെന്നൈയിൽ നമ്മൾ വിളിച്ചിട്ട് അവിടുത്തെ ഈ സ്മാർട്ട് ക്രിയേഷൻസും മന്ത്രയുടെയും ഓഫീസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ അവിടുന്ന് ചിത്രങ്ങൾ എടുത്തു തന്നു. ഒരു മതിലിൻ്റെ 2 ഓപ്പണിംഗ് ആണ്, ഒന്ന് മന്ത്ര, ഒന്ന് സ്മാർട്ട് ക്രിയേഷൻസ്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറി പോലത്തെ അത്യം വൃത്തിയൊന്നും ഇല്ലാത്തൊരു കെട്ടിടമാണ്. മന്ത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇന്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അതെ. മന്ത്രയ്ക്ക് ഒരുപാട് കോപ്പർ ബ്രാസ് അങ്ങനെ ടെമ്പിൾ ഐറ്റംസ് ഒക്കെ ഒരുപാട് പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ മന്ത്ര അവകാശപ്പെടുന്നത് തിരുപ്പതി ബാലാജി ക്ഷേത്രം, അതുപോലെ തന്നെ എല്ലോറ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടെമ്പിൾസിനൊക്കെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത വിമാനാസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ അന്വേഷിച്ചത് ഈ ശബരിമലയിലേക്ക് വരുമ്പം ഇതിനകത്തൊരു കോമൺ സാധനമുണ്ട്. അതായത് ഈ വാതിലിൻ്റെ ശില്പി പറഞ്ഞത് അതിൽ ഈ വാതിലിൻ്റെ ഫ്രെയിം ബാംഗ്ലൂരിൽ നിന്ന് പണിഞ്ഞതിന് ശേഷം അതിനകത്ത് കോപ്പർ പ്ലേറ്റ് ഒട്ടിക്കാൻ വേണ്ടി ഹൈദരാബാദിൽ പോയി. ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ കണ്ടെത്തലിൽ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പാളി, അതായത് ദ്വാരപാലക പാളിയും ബാംഗ്ലൂർ വന്നിട്ട് പിന്നെ ഹൈദരാബാദിലേക്കാണ് പോയത്. അപ്പോൾ പിന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വരുന്നത്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസുകാർ പറയുന്നത് ഞങ്ങൾക്കൊരു ചെമ്പുപാളിയാണ് കിട്ടിയത്, അവിടെ വന്നപ്പോൾ ചെമ്പാണ്. പിന്നെ പങ്കജ് ഭണ്ഡാരിയുടെ പിന്നുള്ള മൊഴി ഞങ്ങൾ ഉരുക്കി എന്നൊക്കെയാണ്. അത് അവർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മൾ ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് എവിടെ ആയിരിക്കും അവർ പോവുക എന്നുള്ള സാധനം ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഈ മന്ത്രയ്ക്ക്, അതായത് പങ്കജ് ഭണ്ഡാരിയുടെ തന്നെ മന്ത്രയ്ക്ക് ഹൈദരാബാദിലും ഒരു ഫ്രാഞ്ചൈസി ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ അവർ നമ്മൾ കൂടുതൽ നോക്കുമ്പം അതിനകത്ത് പങ്കജ് ഭണ്ഡാരി ആ ഹൈദരാബാദ് ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടന ദിവസം ഏതോ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങളിവിടെ കോപ്പറും ബ്രാസും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ നമ്മൾ പരിശോധിച്ചപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കോപ്പറിൻ്റെ പരിപാടികളാണ് അവിടെ കൂടുതലുള്ളത്. അതേസമയം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ കോപ്പർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്ന പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ബാംഗ്ലൂരിൽ നിന്ന് സ്വർണ്ണപ്പാളി നേരെ പോയിരിക്കുന്നത് മന്ത്രയിലേക്കായിരിക്കും എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വിജിലൻസ് അതെ നാഗേഷ്. അപ്പം നാഗേഷിന് മന്ത്രിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉറപ്പായിട്ടും ബന്ധം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അതിൻ്റെ ചില സൂചനകൾ അന്വേഷണ സംഘത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒറിജിനൽ പാളി മന്ത്രയുടെ ഹൈദരാബാദിലെ ഫ്രാഞ്ചൈസിയിൽ എത്തിച്ചിട്ട് അതിൻ്റെ ഒരു പകർപ്പെടുത്തു, അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കി, ആ മോൾഡ് വെച്ചിട്ട് ഒരു കോപ്പർ പ്ലേറ്റ് ഉണ്ടാക്കി, എന്നിട്ട് ആ കോപ്പർ പ്ലേറ്റ് ആണ് സ്മാർട്ട് ക്രിയേഷൻസ് വന്നത്. അപ്പോൾ യഥാർത്ഥ സ്വർണ്ണപ്പാളിക്ക് അവിടെ വെച്ച് എന്തോ പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകിൽ ഇവരത് ഉരുക്കി ഇതിന്റെ ഗോൾഡ് വേർതിരിച്ചു. അങ്ങനെ ഗോൾഡ് വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അത് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം കോപ്പർ പ്ലേറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തത്. അതല്ലെങ്കിൽ ഇവർ ഈ ഒറിജിനൽ സാധനം എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഹൈദരാബാദ് മന്ത്ര ഒരു ഇതിനകത്തെ അന്വേഷണത്തിലെ ഒരു പ്രധാന പോയിന്റാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പ്രത്യേകിച്ചും മൊത്തത്തിൽ ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സംശയങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ്. ഈ അന്വേഷണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹമാണുള്ള ഇതിന്റെ പ്രധാനപ്പെട്ട ആണി? ഇപ്പോൾ പുള്ളിയെ ചോദ്യം ചെയ്ത് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ കാര്യങ്ങൾ, ഇപ്പോൾ ആളുകൾ തന്നെ കമന്റുകളൊക്കെ ഇടുന്നത് എന്തിനാണ് ബാക്കി സ്ഥലങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത്? ഈ പോറ്റീനെ കറക്റ്റ് എന്ന് ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ കിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ പോറ്റിയിലേക്ക് എത്താൻ ഒരു അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ടോ അതോ സ്ഥലം വിട്ടോ? പോറ്റിയെ കുറിച്ച് ഒരു പിടിയില്ല. കാരണം പോറ്റി നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാണ്, നമ്മളുമായിട്ട് കൃത്യമായി രാവിലെ എല്ലാ ദിവസവും പ്രതികരണമൊക്കെ തന്നുകൊണ്ടിരുന്നതാണ് ഈ പുളിമാത്ത വീട്ടിലുള്ളപ്പോൾ. ആ പുളിമാത്ത വീട്ടിലുള്ളപ്പോൾ തന്നെയാണ് ആദ്യം ഹൈക്കോടതി SITയുടെ തീരുമാനം പറയുന്നത്. അന്ന് വൈകിട്ട് പോറ്റി മുങ്ങി. പിന്നെ പോറ്റി എവിടെയാണെന്ന് അറിയില്ല. അതിനുശേഷം പിന്നീട് ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങി, ഹൈക്കോടതിയുടെ അവസാനത്തെ വിധിയൊക്കെ വന്നു. അതിനുശേഷം പോറ്റി എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ പോറ്റി അതിനിടയ്ക്കൊന്ന് തിരിച്ചു വന്നായിരുന്നു തിരുവനന്തപുരത്തേക്ക്. ഈ ഹൈക്കോടതിയുടെ ലാസ്റ്റ് വിധിയും കൂടെ വന്നതിന് ശേഷം നമ്മൾ കൊച്ചിയിൽ നിന്ന് ബിന്നിൽ അന്ന് രാത്രിയിൽ അപ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ന് ചിലപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ മൂവ്മെന്റ് ഉണ്ടാകുമെന്നാണ്. പക്ഷേ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ രഹസ്യമായിട്ടാണ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തുന്നത്. FIR പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല. അവർക്ക് അറിയാമായിരിക്കും. അവരുടെ ട്രാക്കിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാകും. സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന കൂടുതൽ തെളിവുകൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നൊക്കെ
അവിടെ നിന്നാണ് കൂടുതൽ തെളിവ് കിട്ടേണ്ടത്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി തെളിവുകൾ എടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യാം എന്നൊക്കെയുള്ളതാണ്. അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് നമുക്കിതുവരെയും ഒരു വിവരവുമില്ല. അപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്ന അറസ്റ്റ് ഉണ്ടാവും. ഇയാളെ ശരിക്കും പറയാൻ നമുക്കും തോന്നുന്നത് ആൾക്കാർക്ക് തോന്നുന്ന പോലെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്താൽ, പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്താൽ, നാഗേഷിനെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ ഇതിന് ഉത്തരം കിട്ടുമല്ലോ. അപ്പം അത് അവർക്കും അറിയാം. അവരപ്പോൾ അതിന്റെ കൂടുതൽ തെളിവുകളൊക്കെ കിട്ടി അവരതിന്റെ ഔദ്യോഗികമായ രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോൾ എന്തായാലും അടുത്ത മാസം പകുതി മണ്ഡലകാലം ആരംഭിക്കാൻ പോവുകയാണ് ശബരിമലയിൽ. ഇനിയിപ്പോൾ ഈ ആഴ്ച അവസാനം രാഷ്ട്രപതി എത്തുന്നു, അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ മണ്ഡലകാലത്തിന് മുൻപ് അവിടുത്തെ ഭക്തർ അങ്ങോട്ടേക്ക് എത്താൻ കൊതിക്കുന്ന ഭക്തരെല്ലാവരും ആഗ്രഹിക്കുന്നത് ശബരിമല സന്നിധിയിലെ ആ ഒരു ഈ കള്ളത്തരം ഒന്ന് തെളിയണം. അതല്ല, ഇതും ശബരിമല തീർത്ഥാടനമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതൊരു വഴിക്കങ്ങ് പോകും. ശബരിമലയിൽ തുലാമാസ പൂജകൾ തുടങ്ങാൻ പോവാണ്. 1-ാം തീയതി തുലാമാസം. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് തന്നെ, മണ്ഡലമാസമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു ഉത്തരം ഇപ്പൊ തന്നെ ഏതാണ്ട് വിജിലൻസിന്റെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വിട്ടു. നമ്മൾ ആ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളതുണ്ട്. പക്ഷേ ഹൈദരാബാദിൽ എന്തുകൊണ്ട് സംഭവിച്ചതെന്നുള്ളതാണ് ഇനി വ്യക്തമാകാനുള്ളത്. എല്ലാവർക്കും അറിയേണ്ടത് അയ്യപ്പ സ്വാമിയുടെ ദ്വാരപാലകന്മാരുടെ യഥാർത്ഥ പാളികൾ, തങ്കത്തിൽ പൊതിഞ്ഞ പാളികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനൊരു ഉത്തരമാണ് ഇനി SIT കണ്ടെത്തേണ്ടത്. എന്തായാലും അത് വേഗത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ശബരിമലയിലെ മണ്ഡലകാല സീസണൊക്കെ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. മറുഭാഗത്ത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാനുള്ള ആളുകളുടെ ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതും വേഗത്തിൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.